ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് രക്തസാക്ഷിയായ വിശുദ്ധ ആഗ്നസിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാപത്തിൽ ജീവൻ രക്ഷിക്കുന്നതോ അതോ നശിപ്പിക്കുന്നതാണോ, ഏതാണ് നിയമാനുസൃതം? ഇങ്ങനെ ചോദിക്കാൻ കാരണം, ഒരു സാപത്ത് ദിവസത്തിൽ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൈ ശോഷിച്ച ഒരു മനുഷ്യൻ വരികയാണ്. യേശുനാഥൻ അവനെ സൗഖ്യപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ അവിടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ സാപത്തിന് പ്രാധാന്യം നൽകിയിരുന്നവരാണ്. അവർക്ക് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിനേക്കാൾ നല്ലത് സാപത്ത് നിയമാനുസൃതമായി പരിപാലിക്കണമെന്നും ആ മനുഷ്യൻ നശിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്നവരാണ്. അതായത് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതിൽ തിന്മ കണ്ടെത്തുന്ന മനുഷ്യർ. അപ്പം ഈ ഒരു ചോദ്യം സുവിശേഷം നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. എപ്പോഴാണ് ദൈവം ദുഃഖിക്കുന്നത്? ദൈവം ദുഃഖിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയകാഠിന്യ നിമിത്തമാണ്. അതായത് നന്മ ചെയ്യുന്നതിൽ തിന്മ കണ്ടെത്തുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് ദൈവത്തിന് ദുഃഖമുണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്ക് നന്മ ചെയ്യാതെ അവന് ലഭിക്കാവുന്ന നന്മകളൊക്കെ നശിപ്പിക്കുന്ന മനുഷ്യരായി മാറുകയാണെങ്കിൽ ദൈവം നമ്മളെ ഓർത്ത് ദുഃഖിക്കുമെന്നാണ്. എന്നിട്ടും യേശുനാഥൻ ആ ദുഃഖത്തിൽ നിലനിൽക്കാതെ യേശുനാഥൻ ആ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, അവന് നന്മ നൽകുന്നുണ്ട്, അവന് സൗഖ്യം നൽകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവം എപ്പോഴും മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്നതിലും അവർക്ക് നന്മ നൽകുന്നതിലും അവരെ അനുഗ്രഹിക്കുന്നതിലും മാത്രം വ്യാപൃതനായിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈശോയുടെ മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റു മനുഷ്യരെ നശിപ്പിക്കുന്ന മനുഷ്യരാകാതെ അവർക്ക് അനുഗ്രഹം കൊടുക്കുന്ന മനുഷ്യരായി മാറാൻ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ ആഗ്നസ് വളരെ ചെറുപ്പത്തിൽ ഈശോയോടുള്ള സ്നേഹനിമിത്തം രക്തസാക്ഷിയായ AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, റോമിൽ ജീവിച്ചിരുന്ന വലിയ കുലീന കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയാണ് ഇവൾ. അപ്പോൾ ഇവളുടെ സൗന്ദര്യ നിമിത്തം ഒത്തിരി അധികം മനുഷ്യർ ഇവളെ വിവാഹം കഴിക്കാൻ എത്തി. പക്ഷേ ഇവളാകട്ടെ അവളുടെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിച്ചിരുന്നു. അപ്പോൾ അവളുടെ ആ നന്മ നിറഞ്ഞ ജീവിതം കണ്ടിട്ട് അവിടെ ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യർക്ക് അവളോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായി അവളെ കൊല്ലുകയാണ്. അവളെ ശിരച്ഛേദം ചെയ്ത് കൊല്ലാൻ അവർ കൽപ്പിക്കുകയാണ്. അവളെ രക്തസാക്ഷിയാണ്. അപ്പോൾ ഇതും ഈ മനുഷ്യരെ തിന്മയും അതാണ്. മറ്റു മനുഷ്യരെ വിശുദ്ധിയിൽ നന്മയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്കത് നശിപ്പിക്കാൻ തോന്നുന്ന ആ ഒരു ജീവിത രീതിയിൽ നിന്നാണ് അവൾ ജീവൻ നഷ്ടപ്പെടുന്നത്. പക്ഷേ അവൾ വലിയൊരു മാതൃകയായി മാറുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എല്ലാ ആളുകൾക്കും നന്മ നൽകിക്കൊണ്ട് അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് സഭയിലെ വലിയൊരു വിശുദ്ധിയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്, വിശുദ്ധിയുടെ കടലാണ്. അപ്പോൾ ദൈവം നോക്കുന്നത് നന്മയാണ്, അനുഗ്രഹം നൽകാനാണ്, തിന്മയല്ല. തിന്മകളെല്ലാം മാറ്റി നന്മയാക്കാനാണ്. പക്ഷേ ചില മനുഷ്യരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവർ മറ്റു മനുഷ്യർക്ക് തിന്മ നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈശോയെ പോലെ, ഈ ആഗ്നസിനെ പോലെ നന്മ ചെയ്ത് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ.